നമസ്കാരം. നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വൈകിട്ട് കുളിയും തന്നെ എല്ലാം കഴിഞ്ഞു. നീലോട്ട് കയറുക. ചേട്ടായി ഉടുപ്പില്ലാത്ത ചേട്ടായി ഉടുപ്പിടാത്തതിന് എനിക്കെന്തോ ചെയ്യാനാ? ചേട്ടായി വീട്ടിൽ പിന്നെ ഉടുപ്പിട്ടൊന്നും പറയാം. പിന്നെ എനിക്ക് വീഡിയോ എടുക്കണ്ടേ? ഇതിലല്ലേ ഇടും. ഉടുപ്പിടാ ഇടും. ചേട്ടായി ഉടുപ്പിടാത്തതിന് ഞാനിപ്പോ എന്തോ ചെയ്യാനാ? എനിക്ക് പിന്നെ വീഡിയോ എടുക്കണ്ടേ? ചേട്ടാ ടാറ്റു ടാറ്റു കണ്ണു വയ്ക്കുന്ന ആൾക്കാർ. അയ്യോ, ടാറ്റു കണ്ണു വയ്ക്കണം. കണ്ണു വയ്ക്കണം. ഇന്നലത്തെ കമന്റ് എന്തുവാ? ഇന്നലത്തെ കമന്റ് വന്നതുകൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വരും ഇല്ലേ? നമ്മളൊരു വീഡിയോ, അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ, അപ്പോൾ അങ്ങനത്തെ കമൻസ് ഒക്കെ വരും. ആൾക്കാർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. നമ്മളത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുക. പിന്നെ അവർ നെഗറ്റീവ് അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ ചെയ്യത്തില്ല, ഇനി അങ്ങനെ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പൊട്ടിച്ചു തരാനോ? അതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. ആള് നല്ല ഡെസ്പായിപ്പോയി ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക്. പക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല കേട്ടോ. വീഡിയോ കമൻസ് നോക്കാറുണ്ട്, എല്ലാ കമൻസും. പിന്നെ കമൻസ് എല്ലാം നോക്കാറുണ്ട്. പക്ഷേ അങ്ങനെ വിഷമമായി എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടും ഇല്ല, എനിക്കിത് തോന്നിയിട്ടുമില്ല കേട്ടോ. പക്ഷെ ഇപ്പം അത് പറഞ്ഞ് എനിക്ക് മനസ്സിലായി. ഉടുപ്പിടാതെ ഇരിക്കുന്ന ഇടണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോണിലെ ചാർജ് തീർന്നു. പിന്നെ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. 2% ഉള്ളപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലേ? എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ ചാർജ് ചെയ്യാൻ വെച്ച്. ഇപ്പോൾ ചാർജായി. പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ ബിസ്ക്കറ്റ് കഴിച്ചു. രാത്രിയിൽ ചേട്ടായിക്ക് നീലൂട്ടന് ചീനി വേണമെങ്കിൽ കഴിക്കട്ടെ, ഇല്ലെങ്കിൽ അവ അപ്പം കഴിക്കട്ടെ. ചേട്ടായിക്ക് അപ്പം മതിയെന്ന് പറഞ്ഞു. അപ്പം മീൻകറി. അങ്ങനെ എനിക്ക് മീൻകറി ചീനി വേവിച്ചതും. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും മീൻകറിയും ചീനി വേവിച്ചതും ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ ചേട്ടായി അവിടെ ക്രിക്കറ്റ് കളി കാണുന്നു. അപ്പോൾ പറഞ്ഞു തന്നത് രാവിലെന്ന് രാത്രി അങ്ങനെ നമ്മുടെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു. നമ്മളിനി കിടന്ന് ഉറങ്ങാനായിട്ട് പോകുന്നില്ല, സിനിമ കാണാൻ പോകട്ടോ. ഏത് സിനിമയാ ചേട്ടായി? ഏത് സിനിമയാ? ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമയും കൂടെ കണ്ടിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഒരാളിതാ ബൈക്ക് കൊടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഞാൻ ആദ്യം എന്താ പറയുക, ഇപ്പോൾ വരാം, ഒരു മിനിറ്റ്. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ഇനിയിപ്പം സിനിമയൊക്കെ കണ്ടിട്ട് കിടന്ന് ഉറങ്ങട്ടെ. സിനിമ ഇപ്പോൾ ഇതിലൂടെ കാണിക്കാനായിട്ട് പറ്റത്തില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. ഇവിടെ മൊത്തം ബഹളം കേട്ടോ. ബെഡ് വിരിക്കുന്നുണ്ട്. വേണ്ടേ? ഓക്കെ. അപ്പോൾ ബെഡ് വിരിക്കുന്നതിൻ്റെ ബഹളം അവിടെ അച്ഛനും മോനും കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അടുത്ത വിശേഷം കാര്യങ്ങളും കൊച്ചു കാര്യങ്ങളും കൊച്ചു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.